അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിലെ തദ്രീബു തിലാവയിലെ 35-ാമത്തെ പാഠം അല്ലാഹ് ഹുവല്ലാഹു ഖതമല്ലാഹു അമറല്ലാഹു അബ്ദുല്ലാഹി റഹ്മത്തുല്ലാഹി നസ്റുല്ലാഹി ബിസ്മില്ലാഹി ഇൻദല്ലാഹി സബീലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. ഇവിടെ അള്ളാഹ് എന്നുള്ളതിനെ അള്ളാഹ് എന്ന ആ വാക്കിന് മുമ്പ് ഫത്തഹോ ലമ്മോ ആണെങ്കിൽ അള്ളാഹ് എന്നും, അതിനു മുമ്പ് കസ്റാണെങ്കിൽ ബിസ്മില്ലാഹി അല്ല എന്നുമാണ് ഉപയോഗിക്കാറ്. ഇനി നഖ്റ വായിക്കുക. സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി റസൂലില്ലാഹി ഹബീബില്ലാഹി സ്വല്ലല്ലാഹു ബാറക്കല്ലാഹു അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത. ഇനി നക്തശിഫു അല്ലാഹ് മിനൽ ഖുർആൻ. ഖുർആൻ അല്ലാഹ് എന്നുള്ള വ്യക്തമാക്കുക, അതിൻ്റെ ഇടയിൽ വരച്ചു കൊടുക്കുക. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹു സ്വമദു യദ്ഖുലൂന ഫീ ദീനില്ലാഹി മർളാത്തില്ലാഹി യതൂബുല്ലാഹു അലൈഹിം. ഇനി നഖ്റഉൽ ഖുർആൻ. ഖുർആൻ ഓതാം. ഫീ സബീലില്ലാഹി ഫസാദഹുമുല്ലാഹു വലൗ ഷാ അല്ലാഹു അഹ്ദല്ലാഹി സുബ്ഹാനകല്ലാഹുമ്മ ഖുലില്ലാഹുമ്മ. ഇനി അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഖാമിസു വസലാസൂൻ, 35-ാമത്തെ പാഠം അല്ലാഹ്. ഫസ്റ്റ് കാണാം നുലവിന് കളർ കൊടുക്കുക, അള്ളാഹ് എന്നുള്ളതിന് കളർ കൊടുക്കുക. രണ്ടാമതിന് റസുമു, നമ്മൾ വരച്ച് പഠിക്കാം. അള്ളാഹ് എന്നുള്ളത് അതിലൂടെ വരച്ച് പഠിക്കാം. ഇനി നക്തുബു നമ്മളവിടെ എഴുതി കൊടുക്കുക, അള്ളാഹ് എന്നവിടെ എഴുതി കൊടുക്കുക. ഇനി നക്തുബു നമുക്ക് എഴുതാം അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത, അത് അവിടെ എഴുതി കൊടുക്കാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അതും എഴുതി കൊടുക്കാം. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, അതും എഴുതി കൊടുക്കാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ, അതും എഴുതി കൊടുക്കാം. ഇനി അവിടെ നഖ്റഉ നക്തുബു, വായിക്കുക എന്നിട്ട് എഴുതുക. ഷാ അല്ലാഹു 1 മുതൽ 3 വരെ എഴുതുക. അറാദല്ലാഹു ദീനില്ലാഹി യുരീദുല്ലാഹു, ഇതൊക്കെ കൃത്യമായി എഴുതുക. അള്ളാഹ് എന്നുള്ള ആ ജലാലത്തിൻ്റെ ഇസ്മിനെ വ്യക്തമായി നമ്മൾ വായിക്കാൻ പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.